ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ വ്യക്തിക്ക് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് പരാതി. തുക തിരികെ നൽകാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബാങ്കിന്റെ മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നിക്ഷേപകനായ കല്ലുപുരിക്കൽ കെ ജോസഫ്. 6 മാസ കാലാവധിയിൽ 10/5/2023 2 ലക്ഷം രൂപ ഉദയഗിരി ബാങ്കിന്റെ കൊച്ചു കാമാക്ഷി ബ്രാഞ്ചിൽ നിക്ഷേപിച്ചിരുന്നു. കാലാവധി പൂർത്തിയായതിനു ശേഷം തിരികെ ചോദിച്ചപ്പോൾ പൈസയില്ലെന്ന് പറയുകയും ബാങ്കിൽ കയറിയിറങ്ങിയ ശേഷം 1 ലക്ഷം രൂപ 50,000 വീതം 2 പ്രാവശ്യം SBI അക്കൗണ്ടിലിട്ട് 16 പ്രാവശ്യമായി പിൻവലിച്ചതായും ബാക്കി ലഭിക്കേണ്ട 1 ലക്ഷം രൂപയ്ക്ക് മെയ് മാസം 10-ാം തീയതി വരെ കാലാവധി പൂർത്തിയായതുമായാണ് പരാതി. നിക്ഷേപം തിരികെ തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറി വളരെ മോശമായി സംസാരിച്ചതായും പറയുന്നു. കെ ജോസഫ് എന്നാണ് എന്റെ പേര്. ഞാനാണ് ഈ പൈസ നിക്ഷേപിച്ച നിക്ഷേപകൻ. നിക്ഷേപത്തിന്റെ കാലാവധി ആയ സമയത്ത് ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കുകയും പൈസ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ബാങ്കിന്റെ കൊച്ചി കാമാക്ഷി ബ്രാഞ്ചിൽ 2 വനിതാ ജീവനക്കാരാണുള്ളത്. അവിടെ ചെല്ലുമ്പോൾ അവര് പറയും, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ ഭരണസമിതി പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ പറയും. അങ്ങനെ അവര് തന്ന ഒരു ഫോൺ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറിയെ വിളിക്കുകയുണ്ടായി. സെക്രട്ടറിയെ വിളിക്കുമ്പോൾ വളരെ ദാർഷ്ട്യമായിട്ട് പൈസ വരാനൊരു നിർവാഹമില്ല, തിരിച്ചടവ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ആദ്യമേ. ഞാൻ പറഞ്ഞു, ഞാനിത് വായ്പയായിട്ടോ ഔദാര്യമായിട്ടോ അല്ല, ഞാൻ നിക്ഷേപിച്ച പൈസ എനിക്ക് ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അയാൾ വളരെ ധിക്കാരപരമായിട്ട് എന്നോട് ഫോണിലൂടെ സംസാരിച്ചത്. നടപടി നടത്തിക്കൂ, കാരണം മേടിക്കാമെങ്കിൽ മേടിച്ചു, ഇവിടെ മലയാള ഭാഷയിലല്ലേ പറഞ്ഞത്, ഇത് പൈസയിൽ എന്ന് ഒരു മോശമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് മറ്റു മാർഗങ്ങളില്ല. ഞാൻ ഹൃദ്രോഗി മാത്രമല്ല, ഷുഗറും സംബന്ധമായ പല രോഗങ്ങളും എനിക്കുണ്ട്. എല്ലാം ചികിത്സിക്കുന്ന റിക്കാർഡ്സ് ഉണ്ട്. അതുകൊണ്ട് എന്റെ പൈസ എനിക്ക് കിട്ടണം. അത് കിട്ടാത്ത മുറയ്ക്ക് അടുത്ത ബുധനാഴ്ച മുതൽ ബാങ്കിന്റെ മുമ്പിൽ സമരം ചെയ്യാനാണ് എന്റെ തീരുമാനം. ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ജോസഫിന് ആകെയുള്ള മാർഗമായ ഈ പൈസ തിരികെ കിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം 22/5/2024 ബുധനാഴ്ച രാവിലെ മുതൽ ബാങ്കിന്റെ മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപ 6 മാസം കാലാവധിക്ക് സ്ഥിരനിക്ഷേപമായിട്ട് നിക്ഷേപിച്ച ജോസഫ് കല്ലുപുരയിടത്തിൽ എന്നയാൾ കാലാവധി പൂർത്തിയായപ്പോൾ നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചപ്പോൾ പണം നിക്ഷേപിച്ച പണവും പലിശയും തിരികെ തന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നിക്ഷേപകന് കേൾക്കേണ്ടി വരുന്ന വളരെ പ്രയാസപ്പെട്ട രീതിയിലുള്ള ഒരു ധിക്കാരപരമായ സമീപനം ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹത്തിന്റെ തുക തിരികെ ലഭിക്കുന്നതിനുള്ള സമീപനം സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇത് കോൺഗ്രസ് പാർട്ടി കാമാക്ഷി ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റികളെ സംയുക്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറിയിൽ, കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് PM, അഭിലാഷ് പരുന്തിരിക്കൽ, ജോണി കരിങ്കൊമ്പിൽ, KA ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു.